അങ്ങനെയല്ല. ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സീസണിൽ അപേക്ഷിച്ചിട്ട് ഭയങ്കര, എനിക്കറിയില്ല, ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു. അപ്പം ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നൊക്കെ ഭയങ്കര മാറി. എനിക്ക് ജിൻഡോന് ഇഷ്ടമാണ്. എല്ലാവരും ഇപ്പൊ ജാസ്മിൻ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലല്ലേ, നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആ വീട്ടിൽ ഈ പുറമേ കാണുന്ന പോലെ അല്ല, ഭയങ്കര സ്ട്രഗിളിങ്ങും കാര്യങ്ങളും മെന്റലി ഭയങ്കര പ്രഷറും ഒക്കെ ഉള്ളതാണ്. ഇപ്പൊ നമ്മൾക്കൊരിക്കലും അതിനകത്ത് ആരാണ് നല്ലത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആരാണ് മോശം ഒന്നും പറയാൻ നമുക്ക് ആർക്കും അറിയാം. എനിക്ക് പേഴ്സണലി അർഹതയില്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എല്ലാ മനുഷ്യരും അവിടെ മനുഷ്യരായിട്ടാണ് പോകുന്നത്. അവിടെ അതിനകത്ത് ചെല്ലുമ്പോൾ, ബിഗ് ബോസ് ചെല്ലുമ്പോൾ ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ അവരാണ് ഇവരാണെന്നുള്ളതൊന്നുമില്ല. എല്ലാവരും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു സഹജീവികൾ, അവരുടെ അടുത്ത് നമ്മൾ കുറെ ദിവസം എന്താ പറയുക പുറത്തെ ഇതൊന്നുമില്ല. നമ്മളവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ കുറെ ഇമോഷൻസും പൊട്ടിത്തെറികളും ഒക്കെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ സംഭവിക്കുന്നത്. അപ്പൊ അവിടെ ചിലപ്പം ചിലവർക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും, ചിലവർ ഭയങ്കര ജെന്യുവിൻ ആയിട്ട് നിൽക്കാൻ പറ്റും അഭിനയിച്ചും. പലരും ഇപ്പം ബിഗ് ബോസിലേക്ക് വരുമ്പോൾ പലതും പ്ലാൻ ചെയ്തിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ അടുത്ത് പോയവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ. ഞാനൊക്കെ വെറും പൊട്ടിയായിട്ട് ഇത് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ പോയി, സൂയിൽ പോയെന്ന പോലെ ഇങ്ങനെ പോയ ആളാണ് ഞാൻ. അപ്പം പല രീതിയിൽ നമുക്ക് അവിടെ നിൽക്കാം, ജെന്യുവിൻ ആയിട്ട് നിൽക്കാം, നല്ല രീതിയിൽ നിൽക്കാം, എല്ലാ രീതിയിലും ഒക്കെ നിൽക്കാം. അപ്പം ഈ ഒരു സീസൺ എന്തായാലും ഫിനാലേക്ക് അടുത്ത് വരുമ്പം എല്ലാ മത്സരാർത്ഥികൾക്കും എൻ്റെ വക ഓൾ ദി ബെസ്റ്റ് ആണ്. ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള, കാരണം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ അതിനെ നല്ല രീതിയിൽ കാണുന്നവരുണ്ട്, ഭയങ്കര റെസ്പെക്റ്റ് ആയിട്ട് കാണുന്നവരുണ്ട്, ഇഷ്ടത്തോടെ കാണുന്നുണ്ട്, ബിഗ് ബോസ് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾക്ക് ഈ സീസണിൽ നല്ലൊരു വിന്നറിനെ തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസൺ വരുമ്പോൾ അതിനോടൊരു ആൾക്കാർക്കൊരു ത്രില്ലുണ്ടാവും. ഇപ്പൊ സീസൺ 5 ഈ പറയുന്നത് പോലെ അഖിൽമാരാർക്ക് കപ്പ് കിട്ടിയപ്പം എല്ലാവർക്കും ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു, ഞാൻ അഖിൽമാരാറിനെ പ്രെഡിക്റ്റ് ചെയ്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു അഖിലേട്ടന് കപ്പ് കിട്ടുമെന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെയാണ് ഞാൻ. ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ തന്നെയായിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം നല്ല ആൾക്ക് തന്നെ കപ്പ് കിട്ടട്ടെ. നമ്മളുടെ എന്താ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നല്ലൊരാൾക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിൽ അഭിമാനിക്കാം. അയ്യോ ഞാൻ സീസൺ 6 ആളായിരുന്നു. അല്ലെങ്കിൽ ഞാനിപ്പോ പറയുന്നത് സീസൺ 5, എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ 5 എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്, എനിക്ക് എന്റെ സീസൺ 5 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറയുന്നത് ധന്യ ഡാൻസ് സീസൺ ആണെങ്കിലും ദിൽഷയുടെ അവരൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി ഞാൻ ഉണ്ടായിരുന്ന സീസൺ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാണ്. കാരണം റിനീഷ അല്ലെങ്കിൽ കുറെ പേര്, സെറീന, അഖില്, ശോഭ, അങ്ങനെ ഒത്തിരി നല്ല ആൾക്കാർ. ഞാൻ എപ്പോഴും പറയും, ഞാൻ തന്നെ അതിനിട്ട പേര് സ്നേഹ വീടെന്നായിരുന്നു. ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും നമ്മളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ഇപ്പോഴും കാണുമ്പം അല്ലടി ഇപ്പോഴും കാണുമ്പോ ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം അല്ലേ ധന്യ, അപ്പം അടിപൊളി നല്ലൊരാൾക്ക് തന്നെ അല്ലേ കിട്ടട്ടെ അല്ലേ.